ലയോ 14-മൻ പാപ്പായുടെ പേരിലുള്ള വ്യാജ ചാനലിന് പിടിവീണു. ലയോ പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം വ്യാജ പ്രചാരണവും ഊഹാപോഹങ്ങളും നിറച്ച് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വീഡിയോ തയ്യാറാക്കിയ യൂട്യൂബ് ചാനലിനാണ് വിലക്ക് വീണത്. ലയോ പാപ്പ മുൻപൊരിക്കലും പറയാത്ത കാര്യങ്ങൾ ഔദ്യോഗികമായി തോന്നിപ്പിക്കുന്ന വിധത്തിൽ തയ്യാറാക്കിയ AI വീഡിയോകളാണ് യൂട്യൂബ് നീക്കം ചെയ്തത്. വ്യാപകമായി കുപ്രചാരണം നടത്തിയ പോപ്പ് ലയോ 14-മൻ സെർമോൺസ് എന്ന ചാനലിനാണ് യൂട്യൂബ് വിലക്കിട്ടത്. ലയോ 14-മൻ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും പാപ്പയുടെ പേരിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോകൾ നിർമ്മിക്കുന്നത് കൂടി വരികയാണ്. ഇതിനിടെയാണ് പോപ്പ് ലയോ 14-മൻ സെർമോൺസ് എന്ന ചാനലിന് യൂട്യൂബ് വിലക്കിട്ടത്. സ്പാം, വഞ്ചനാപരമായ രീതികൾ എന്നിവയെക്കുറിച്ചുള്ള തങ്ങളുടെ നയങ്ങൾ ലംഘിച്ചതിന് ചാനലിന് വിലക്ക് ഏർപ്പെടുത്തുകയാണെന്ന് യൂട്യൂബ് വക്താവ് ജാക്ക് മാലോൺ പറഞ്ഞു. വിലക്കേർപ്പെടുത്തിയ ചാനലിന് മെയ് 21 ബുധനാഴ്ച വരെ ഏകദേശം 1 ദശലക്ഷം വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. AI ഉപയോഗിച്ച് സൃഷ്ടിച്ച വീഡിയോകളാണ് ഇവയെല്ലാം. പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ ഒന്നിൽ പോലും യാഥാർത്ഥ്യമില്ലായിരുന്ന പശ്ചാത്തലത്തിലാണ് യൂട്യൂബ് നടപടി. ഇതിനിടെ ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോയുടെ പ്രസിഡന്റിനെ ലയോ പാപ്പ അഭിസംബോധന ചെയ്തതായി പറയപ്പെടുന്ന 36 മിനിറ്റ് ദൈർഘ്യമുള്ള വ്യാജ വീഡിയോ പ്രചാരണത്തെ അപലപിച്ച് വത്തിക്കാൻ രംഗത്തെത്തിയിരുന്നു. 36 മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന വീഡിയോയാണ് പാൻ ആഫ്രിക്കൻ ഡ്രീംസ് എന്ന അക്കൗണ്ടിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. മെയ് 12-ന് ലയോ 14-മൻ പാപ്പ മാധ്യമപ്രവർത്തകർക്ക് അനുവദിച്ച കൂടിക്കാഴ്ചയിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മോർഫ് ചെയ്താണ് പാപ്പായുടെ പേരിൽ വ്യാജ വീഡിയോ നിർമ്മിച്ചത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചും മോർഫിംഗ് പോലെയുള്ള മറ്റ് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയും ഇതുപോലെയുള്ള വ്യാജ വീഡിയോകളും ചിത്രങ്ങളും അർത്ഥസത്യങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലയോ 14-മൻ പാപ്പായുടെ പ്രഭാഷണങ്ങൾക്കും കൂടിക്കാഴ്ചകൾക്കും രേഖകൾക്കുമായി വിവിധ ഭാഷകളിലുള്ള വത്തിക്കാന്റെ വെബ്സൈറ്റും vatican.va ഔദ്യോഗിക മാധ്യമങ്ങളും ഉപയോഗിക്കണമെന്ന് വത്തിക്കാൻ മീഡിയ അഭ്യർത്ഥിച്ചു.